എൻ്റെ മോൻ അങ്ങനെയല്ല, ഇതൊക്കെ കേട്ടാലും പറയും എൻ്റെ മോന് ഉഷാറാണ്, എൻ്റെ മോള് ഉഷാറാണ്, അവരങ്ങനെ സേഫാണ്, ഇതൊന്നും പറ്റൂല, അത് മറ്റേ കുട്ടികളാണ്, മോനാണ് ഇവളാണെന്നൊക്കെ പറയണ്ടാവും. അങ്ങനത്തെ പാരൻസിനോട് എന്താ പറയുള്ളത്? ഒന്നാമത്തത് അത് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഈവൺ ദോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻഷൻ, നല്ല ഇൻറ്റൻഷനാണ്, ഒരു പാരൻ്റൽ കൺസേണിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനത്തെ ചിന്താഗതിയാണ് പലപ്പോഴും ഈ കുട്ടികൾക്ക് വളമാകുന്നത്, റൈറ്റ്? കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും പാരൻസ് എന്താണ് അതിന് മുഴുവനായിട്ട് അംഗീകരിക്കില്ല. അപ്പോൾ PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സ് കുട്ടികളെ പറ്റി ഇന്ന അവസ്ഥകളാണ് കുട്ടികൾക്കുള്ളത്, അവന് കുറച്ച് മോശമാണ്, പാരൻസ് അംഗീകരിക്കില്ല ഒരിക്കലുമല്ല. അത് നിങ്ങളെ പ്രശ്നമാണ്. അത് ശരിക്കും ഈ കാലഘട്ടത്തിലെ പാരൻറ്റിങ്ങും പണ്ട് കാലഘട്ടത്തിലെ പാരൻറ്റിങ് തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്, റൈറ്റ്? കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ പാരൻസ് എന്താണ് ഡിഫെൻഡ് ചെയ്യാനുണ്ട്. എന്തിപ്പോൾ പോലീസിൽ കയറി ജയിലായി കഴിഞ്ഞാൽ ഇറക്കാൻ പുറത്ത് ആളുണ്ട് എന്നറിയുന്ന ഗുണ്ടകളുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, റൈറ്റ്? പുറത്തിറക്കാൻ ആളുണ്ട്, എന്നാൽ പിന്നെ എന്താണ് എല്ലാ പ്രൊട്ടസ്റ്റിലും കയറി എവിടെയും എന്തും പെരുമാറാം എന്നുള്ള ഒരു ധൈര്യം. അതേപോലെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കുട്ടികളെ. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും സെയിം പ്രിൻസിപ്പിളാണ് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, കോൺസിക്വൻസുകളില്ല, റൈറ്റ്? ഖുർആനിൽ അദാബിനെ പറ്റി പറയുന്നുണ്ട്, ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. നാറിനെ പറ്റി പറയുമ്പം നാറു ജഹന്നം ഖാലിദീന ഫീഹ അബദ ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദ. നാർ ജഹന്നമിൻ്റെ അദാബിനെ പറ്റി പറയുമ്പോൾ ഇന്ന അദാബ് അല്ലാഹി ഷദീദായിട്ടുള്ള അദാബാണെന്നൊക്കെ പറയും. അങ്ങനെ ശരിക്കും പേടിപ്പിക്കുന്നത് എന്തിനാണ്? അത് ഈ കോൺസിക്വൻസ് ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഹ്യൂമൻ ബിഹേവിയർ മാറുക. അപ്പോൾ അള്ളാഹു ഖുർആനിൽ മനുഷ്യന്മാർക്ക് തർബീയത്ത് കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാരൻസ് നിർബന്ധമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത് പ്രയോഗിക്കണം. ഒരിക്കലും എൻ്റെ മോൻ എന്താണ് വളരെ നല്ല മുത്തഖിയായിട്ടുള്ള മുഹ്സനായിട്ടുള്ളൊരു സഹാബിയാണെന്നുള്ളൊരു ചിന്ത ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വേണ്ട. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവുക. റിയലിസ്റ്റിക് പാരൻറ്റിങ് ആണ് ആവശ്യം. റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിലാണ് നമ്മൾ പാരൻറ്റിങ് ചെയ്യുന്നതെങ്കിൽ ഒരു കാലം റിയാലിറ്റിയെ നമ്മൾ നേരിടേണ്ട ഒരു സമയം വരും. ആ റിയാലിറ്റി നമ്മുടെ മനസ്സിനെ തകർക്കും. കുട്ടിയെ ഇപ്പോൾ നമുക്ക് കൺട്രോളിൽ കിട്ടും, പിന്നീട് കൺട്രോളിൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ സമയം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പാരൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള ഭാവി അവർക്കുണ്ടാകും. അത് കാണുമ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങൾക്കും കൂടിയാണ് ഉണ്ടാകുക.